എൻ്റെ കരിയറിലെ അവസാനത്തെ പടം 1991 രണ്ടാം വരവെന്ന പടമായിരുന്നു. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് സിനിമാ മേഖലയിലുള്ള നിങ്ങളെ എല്ലാവരെയും കാണുവാൻ സാധിച്ചത്. നിങ്ങൾ പലരെ എനിക്ക് പരിചയമില്ല, കാര്യം നിങ്ങളെല്ലാം പുതിയ യുഗത്തിൻ്റെ മാധ്യമ പ്രവർത്തനത്തിൽ പങ്കാളി ആയവരാണ്. ഈ ആവനാഴി എന്ന ഈ മൂവിയെ പറ്റി പറയുമ്പോൾ ഇത് സെപ്റ്റംബർ മാസം 12-ാം തീയതി 1986 അത് റിലീസ് ചെയ്യുന്നത്. അന്ന് വരെ ഇപ്പോഴത്തെ മെഗാസ്റ്റാർ മമ്മൂട്ടി സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ പോലും ഈ ഒരു പടമാണ് അദ്ദേഹത്തിനൊരു വൻ ബ്രേക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് പുള്ളിയുടെ ആ ഒരു ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു പേര് ഉണ്ടാവുകയും പിന്നീട് ഇൻസ്പെക്ടർ ബൽറാം എന്ന പേരിൽ തന്നെ പടങ്ങൾ വരികയും പിന്നെ വളരെയധികം പോലീസ് വേഷങ്ങളുള്ള പടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്നത് ഇപ്പോഴും ആവനായി പോലുള്ള ഒരു പടം ഉണ്ടായിട്ടില്ല. IV ശശി എന്നുള്ളൊരു കലാകാരൻ്റെ അദ്ദേഹത്തെ പോലെ ഒരു ക്രാഫ്റ്റ്മാനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. വളരെയധികം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ അവനയുടെ അവസാനത്തെ ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നത് റിയൽ പോലീസുകാരെ നമ്മുടെ ക്യാമ്പിൽ നിന്നൊക്കെ അന്നത്തെ സാധ്യത ഉപയോഗിച്ച് കിട്ടുകയും അവരെയൊക്കെ ഒരേ ഫ്രെയിമിൽ നിലനിർത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ അത് പിക്ചറൈസ് ചെയ്യാൻ IV ശശിയെ പോലൊരാൾക്ക് സാധിക്കുകയുള്ളൂ. ഈ പടം നമ്മൾ കാണുമ്പോൾ ആദ്യം തൊട്ട് ശ്വാസം അടക്കി പിടിച്ചിരുന്നാണ് കണ്ടുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ അന്നത്തെ കാലത്ത് ആ കാലഘട്ടത്തിൽ ഏകദേശം 1.5 കോടി രൂപയോളം എനിക്ക് ലാഭം ഉണ്ടാക്കി തന്നൊരു പടമാണ് ഈ ആവനാഴി. ഇന്ന് ആ കോടികളൊന്നുമല്ല, ഇന്ന് ക്ലബ്ബ് 100 കോടി ക്ലബ്ബ് 50 കോടി ക്ലബ്ബ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അന്നത്തെ കാലത്ത് ഏകദേശം 38 വർഷം മുമ്പ് മലയാള സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് പടമായിട്ടാണ് ആവനാഴി അന്ന് ജനങ്ങൾ സ്വീകരിച്ചത്. ഈ അടുത്ത കാലത്ത് മിസ്റ്റർ പവൻകുമാർ എന്നെ വന്ന് കാണുകയും ഇത് പുതിയ സൗണ്ട് സിസ്റ്റത്തിൽ അറ്റ്മോസ്ഫിയറിലൊക്കെ ചെയ്താൽ വളരെ നന്നായിരിക്കുമെന്ന് അഭിപ്രായം ചെയ്തു. അങ്ങനെ ഞങ്ങളൊരു ധാരണയിലെത്തുകയും ഇത് റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്നാണ് അതിൻ്റെ ടീസറൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. നല്ല രീതിയിൽ വരട്ടെ. നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലുള്ള നല്ല സിനിമകൾ ഇനിയും ഇതുപോലെ റിലീസ് ചെയ്യാൻ ഓരോരുത്തർ മുമ്പോട്ട് വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എന്നെ ആവശ്യമുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പ്രൊമോഷനാണ് ഏറ്റവും പ്രധാനം. ഏത് സിനിമ വിജയിക്കണമെങ്കിലും പ്രൊമോഷൻ വേണം. വളരെ പ്രതീക്ഷിക്കാത്ത പല പടങ്ങളും സൂപ്പർ ഹിറ്റായി വരുന്നുണ്ട്. അതൊക്കെ പ്രൊമോഷൻ, ഓൺലൈൻ പ്രൊമോഷനാണ് അതിൻ്റെ പ്രധാനം. നിങ്ങളുടെ എല്ലാ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.